അധ്യക്ഷന്മാരുടെ വനിതകൾക്കകം പരിപാടി ആരംഭിക്കുന്നതാണ്. പ്രാർത്ഥന തൻ പാതയിൽ പൂവുകളായി വിരിയണം, പൂവിരിഞ്ഞ വേദികൾ പുണ്യവേദികളാകണം. പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണിൻ ബലം, ഈശ്വരനാണിൻ ധനം, ഈശ്വരനാണിൻ ബലം, ഈശ്വരനാണിൻ ധനം. നമ്മെ വിട്ടുപിരിഞ്ഞ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ, വിശിഷ്യ അടുത്ത കാലത്ത് നഷ്ടപ്പെട്ട നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ്, മഹാനായ എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ നായർ, നമ്മുടെ പ്രിയ ഗായകൻ ശ്രീ P ജയചന്ദ്രൻ, അതുപോലെ വയനാട് ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ അവിടുത്തെ നിവാസികൾ, നമ്മുടെ 86-88 ബാച്ചിലെ സഹപാഠികളായിരുന്ന ശ്രീ ഗോപാലൻ, ബിജു എന്നിവരും നമ്മെ വിട്ട് പോയവരാണ്. ഇവരുടെ എല്ലാം കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ഒരു നിമിഷം മൗനമായി നമുക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാം. താങ്ക് യു ഓൾ. വേദിയിലിരിക്കുന്ന സഹപാഠികളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, തിരികെ ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതും നമ്മുടെ പ്രസിഡന്റ് സിദ്ദിഖ്, ഉദ്ഘാടകരായ പ്രവാസി സുഹൃത്തുക്കൾ ഗിഫ്റ്റ്, വാഹിദ, ഇസ്മയിൽ, തിരികെ സെക്രട്ടറി ഖജാൻജി, മറ്റ് ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും കോളേജ് ഭാരവാഹികൾക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിച്ചു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹപാഠികളെ, നമ്മുടെ വിശിഷ്ട അതിഥി പ്രവാസി മേഖലയിലെ നമ്മുടെ നിത്യ സാന്നിധ്യമായ ഗിഫ്റ്റ്, അതുപോലെ തന്നെ ഇസ്മായിൽ, നിരന്തരം പ്രവാസ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഏകദേശം 2 വർഷം എന്ന് പറയുമ്പോൾ കോളേജിൻ്റെ ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. മിക്കപ്പോഴും വലിയ സമരങ്ങളും ബഹളങ്ങളും കൊണ്ട് മിക്കവാറും എല്ലാവരും കൊടുങ്ങല്ലൂർ നിരവധി സിനിമാ തിയേറ്ററുകളിലായിരിക്കും സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക. അങ്ങനെയെല്ലാമുള്ള വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ കലാലയത്തിൽ നമുക്ക് പഠനാവശ്യമാർത്ഥം ഒരുമിച്ച് കൂടാൻ കഴിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇന്ന് ഈ 36 വർഷത്തിന് ശേഷം തീർച്ചയായും നാം ഇപ്പോഴാണ് ഈ ഒരുമിച്ച് കൂടൽ, അതൊരു സൂചനയാണ്. ഏതൊരു സാഹചര്യത്തിലും ഇതിൻ്റെ അന്ത്യസമയത്ത് ഒരു ചൂട്ടുമായിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ അങ്ങനെയും ഞാൻ വരാൻ ഒരുക്കമാണ്. ഈ കൂട്ടായ്മയുടെ അന്ത്യം വരെയും ഞാൻ ഉണ്ടാകും എന്നൊരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. തീർച്ചയായും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷമാണ് അത് കണ്ടപ്പോൾ ഉണ്ടായത്. തലയിണയും പായുമായി ഇനി അങ്ങനെ ഒന്ന് കിടക്കേണ്ടി വന്നാൽ പോലും അതിന് ഞാൻ തയ്യാറാണ് എന്ന് ജിൽസൺ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിരന്തരം അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. വളരെ അർത്ഥവത്തമായ കുറേ വാക്കുകൾ അദ്ദേഹം നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കൊരു അരമണിക്കൂർ വൈകിട്ടുണ്ട്. നമ്മുടെ വിശിഷ്ട അതിഥിയും മറ്റുള്ളവരൊക്കെ സംസാരിക്കാനുമുണ്ട്. നമ്മുടെ റിപ്പോർട്ടുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ വാക്കുകൾ. തീർച്ചയായും ഈ ഒരുമയും ഈ കൂട്ടായ്മയും ഉണ്ടല്ലോ, ഇത്
നമുക്ക് ശേഷവും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളിൽ പലരും വിശ്വസിക്കുന്നത് നമുക്ക് ഇനിയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടേണ്ടതുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അതോടൊപ്പം തന്നെ ജോബിയും സജീവനും അതുപോലുള്ള ആളുകളെല്ലാം നിരന്തരമായി നമ്മുടെ സഹോദരങ്ങളെ അന്വേഷിച്ചുകൊണ്ട് അവരുടെ പ്രയാസത്തിൽ, അവരുടെ ദുഃഖത്തിൽ, അവരുടെ വേദനകളിൽ, അവരുടെ രോഗാവസ്ഥയിൽ, മരണവേദിയിൽ പോലും, വേളയിൽ പോലും എല്ലാം ഓടിയെത്തിക്കൊണ്ട് ഈ താങ്ങിന്റെ, ഈ കൂട്ടായ്മയുടെ, ഈ തിരികെയുടെ നന്മകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായും അത് നിലനിൽക്കേണ്ടതാണ്. അത് നന്മയുടെ വർത്തമാനമാണ്, നന്മയുടെ കൂട്ടായ്മയാണ്. ഇത് എക്കാലവും നമ്മളിൽ അവസാനത്തെ കണ്ണിയും അറ്റു വീഴുന്നത് വരെയും ഈ കൂട്ടായ്മ നിലനിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. നമസ്കാരം. ഞാൻ എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഒന്നിച്ച് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ സലാരിയിൽ ഇങ്ങോട്ട് വന്നത്. അതൊരു സംശയമില്ല. എല്ലാവർക്കും അറിയാം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എൻ്റെ കൂട്ടുകാരെന്ന്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ എപ്പോഴും ഓക്കെ ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഗുഡ് മോർണിംഗ്. എൻ്റെ സ്റ്റേജിലിരിക്കുന്ന സഹപാഠികളും സ്റ്റേജിൽ പുറത്തിരിക്കുന്ന വീക്ഷിക്കുന്ന എല്ലാ സഹപാഠികളും, വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ ഈ സംഗമത്തിലെത്തിയത്. 4-ാമത്തെ വർഷം ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സംഗമം കൂടുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര ആൾക്കാർ ആരും എത്തിയിട്ടില്ല. നമ്മളെ ഒരുപാട് ആൾക്കാർ ഇനിയും എത്താനുണ്ട്, എത്തുമെന്ന് പ്രതീക്ഷിക്കണം. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ തിരികെയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ. എല്ലാവരും എത്തിച്ചേരുന്നു അറിയാം. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ 4 വർഷം, അപ്പോൾ ആദ്യമായിട്ടാണ്. എങ്കിലും ഞാൻ വളരെ സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. നന്ദി. നമസ്കാരം. ഈ സിദ്ദിഖ് ഭായ് പറഞ്ഞ പോലെ വാക്കുധോരണി കൊണ്ട് മായാജാലം സൃഷ്ടിക്കാനൊന്നും നമുക്ക് പറ്റൂല. അതുകൊണ്ട് കുറച്ച് കുറിപ്പായിട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റം പറഞ്ഞാൽ എന്നെ പഞ്ചിക്കണമെന്നറിയാം. കഴിഞ്ഞ തവണ മുഴുവനാക്കാനാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇത്തവണ ഇത്തിരി പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് തുടങ്ങുകയാണ്. എൻ്റെ എത്രയും പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന തിരികെ കൂട്ടായ്മയുടെ ജീവനാടികളും എന്നും ഒപ്പത്തിനൊപ്പം നിന്ന് നമ്മുടെ ഈ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന എല്ലാ സഹപാഠികൾക്കും, അതോടൊപ്പം
ഈ തിരികെ കൂട്ടായ്മയെ എന്നെന്നും മുന്നോട്ട് നയിക്കുന്ന ജീവനായി നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അവരുണ്ട്. കഴിഞ്ഞ 35 കാലമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മയെല്ലാം കണ്ടെത്തി ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിൽ തിരികെ KKTM 86 PDC കൂട്ടായ്മയുടെ പേരിൽ അണിനിരത്തി ഓർമ്മകൾ പുതുക്കി പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒത്തൊരുമയുടെയും മഹത്തായ സന്ദേശം സമൂഹത്തിന് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ പേർ പുറത്തുണ്ട്. അവരെ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്തരുണത്തിൽ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ സഹപാഠികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നമ്മുടെ കൂട്ടായ്മ നിലവിൽ വന്നതിന് ശേഷം നാളിതുവരെ നമ്മുടെ ഓരോ സഹപാഠിയുടെയും സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന് അവർക്ക് താങ്ങും തണലായും സ്വാതന്ത്ര്യമായും മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി നിങ്ങൾ ഓരോരുത്തരുടെയും മികച്ച സഹകരണവും പങ്കാളിത്തവും കൊണ്ട് നമ്മുടെ സഹപാഠികളുടെ പ്രശ്നങ്ങളിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്താനും വേണ്ടത് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാം 50 വയസ്സ് കഴിഞ്ഞവരാണ്. മിക്കവരുടെയും പ്രധാന പ്രശ്നം ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഈ പ്രശ്നങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന താങ്ങ് നൽകാനാണ് നമ്മുടെ പ്രധാന പദ്ധതിയായ സഹപാഠിക്കൊരു കൈത്താങ്ങ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളും പ്രാധാന്യവും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇത്തരം മഹത്തായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നമ്മുടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മളേവരും ഒന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ സന്തോഷത്തിൻ്റെയും ഓർമ്മകളുടെയും ദിവസങ്ങളിൽ നാം ചിലവഴിക്കുന്നതിൽ ഒരു പങ്ക് കൈത്താങ്ങിലേക്ക് നീക്കിവെക്കുക. നമ്മുടെ ഇടയിലെ ആവശ്യക്കാർക്ക് അത് ഉപകരിച്ചേക്കാം. നിലവിൽ നമ്മുടെ ഒട്ടേറെ സഹപാഠികൾ ഇത്തരത്തിൽ കൈത്താങ്ങിലേക്ക് സഹായം നൽകി വരുന്നുണ്ട്. നമ്മളെല്ലാവരും ഇത്തരത്തിൽ സഹകരിച്ചാൽ കൈത്താങ്ങ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകും. കഴിഞ്ഞ സംഗമത്തിന് ശേഷം നമ്മുടെ സഹപാഠികൾക്കിടയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഏകദേശം 10ഓളം പേരെ ചെറിയ രീതിയിൽ നമുക്ക് സഹായിക്കാനായി സാധിച്ചിട്ടുണ്ട്. 3ഓളം സഹപാഠികളുടെ ഗൃഹപ്രവേശനത്തിനും 2 പേരുടെ മക്കളുടെ വിവാഹത്തിനും നമുക്ക് സാമ്പത്തികമായി ചെറിയ സഹായങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു സഹപാഠികളുടെ മക്കളുടെ വിവാഹത്തിന് നമ്മളിൽ പറ്റുന്നവർ പോവുകയും ചെറിയ ഒരു സ്നേഹസമ്മാനം കൈമാറാനും സാധിക്കാറുണ്ട്. ഉറ്റവരുടെ ദേഹവിയോഗം തുടങ്ങിയ സഹപാഠികളുടെ ദുഃഖത്തിലും അവർക്ക് സ്വാതന്ത്ര്യമായി നമ്മൾ സമയാസമയങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒപ്പത്തിനൊപ്പം നിന്ന് സഹകരിക്കുന്ന എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തി വരുന്ന സമരത്തിന് നാം മികച്ച പങ്കാളിത്തത്തോടെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് തിരികെ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് നാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പരസ്പര സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒത്തൊരുമയോടെയും സഹകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ ചെറിയ കൂട്ടായ്മയെ പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിന് തന്നെ മാതൃകയായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അവർക്ക് താങ്ങായും തണലായും സ്വാതന്ത്ര്യമായും മാറാൻ നാം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി നിങ്ങൾ ഓരോരുത്തരുടെ മികച്ച സഹകരണവും പങ്കാളിത്തവും കൊണ്ട് നമ്മുടെ സഹപാഠികളുടെ പ്രശ്നങ്ങളിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇടപെടലുകൾ നടത്താനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കൂട്ടായ്മയ്ക്ക് കൃത്യമായ ബൈലോ ഉണ്ടാക്കി അത് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുന്നോട്ടുള്ള സുഗമമായ പ്രവർത്തനത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. മുൻപേ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും എന്തുകൊണ്ടോ അത് പ്രാവർത്തികമാക്കാൻ ആയിട്ടില്ല. ഇനി വരുന്ന ഭരണസമിതി അക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച സുവനീറിൻ്റെ കാര്യമാണ്. അത് ഏകദേശം പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. കഥകളും കുറിപ്പുകളുമെല്ലാം നമ്മൾ സമാഹരിച്ചു കഴിഞ്ഞു. അടുത്ത സംഗമത്തിന് നമുക്ക് സുവനീർ ഇറക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഈ കൂട്ടായ്മയ്ക്കൊപ്പം എന്നും ഒപ്പത്തിനൊപ്പം എല്ലാവിധത്തിലും സഹകരിച്ച് ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന നമുക്കൊപ്പം നിന്ന് സഹകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഓരോരുത്തർക്കും എത്രയും സ്നേഹം നിറഞ്ഞവരുടെ ജീവിത പങ്കാളികൾക്കും മക്കൾക്കും ഈ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുക്കണമെന്ന സ്നേഹാഭ്യർത്ഥനയോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം നേരുന്നു. നന്ദി, നമസ്കാരം. പുഴയുടെ തീരത്ത്
തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാട രാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പ്രകൃതി മനോഹരി നീ രാവിൽ നിറപറയൊരുക്കുന്നുവോ. പ്രണവമന്ത്രാക്ഷരത്താൽ നിന്നെ ദിക്കുകൾ വാഴ്ത്തുന്നുവോ. ശ്രാവണവും നിൻ പാദസരും എന്നുമൻ കണ്ണുകളല്ലേ. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. സംഗമം വരെയുള്ള നമ്മുടെ ടോട്ടൽ ഈ നവംബർ വരെയുള്ള, അതായത് നവംബർ 7-2-2024 മുതൽ 20-12-2024 വരെയുള്ള, അതായത് കഴിഞ്ഞ ദിവസം വരെയുള്ള നമ്മുടെ ടോട്ടൽ കളക്ഷൻ 34,878 രൂപ. പ്രീവിയസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാലൻസ് 1,18,400 രൂപ. ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 587 രൂപ. അങ്ങനെ ടോട്ടല് 21-11-2024 വരെ നമ്മുടെ കയ്യിൽ 1,53,469 രൂപയുണ്ട്. അതിൽ നമുക്ക് ചിലവായിട്ട് പോയേക്കണം, എക്സ്പെൻസ് ആയിട്ട് പോയേക്കണത് 88,418 രൂപ. 88,418 രൂപ. ബാലൻസ് 65,051 രൂപ നമ്മുടെ കയ്യിൽ ഈ പോലെ അഴകിന്റെ അല പോലെ ആരു ദേവനേ അനുരാഗാരം പോലെ അഴകിന്റെ അല പോലെ മലരപ്പൽ പാടത്തുന്ന മന്ദാരവളി കൈ മറുമാസം വീഴ്ച മലരാണോ. മലരപ്പൽ വളർത്തുന്ന മന്ദാരവളി കൈ മറുമാസം വീഴ്ച മലരാണോ. മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്ക മണിയാണോ. അനുരാഗ
മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ പാനലിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് പെട്ടെന്നാകാം, അല്ലെങ്കിൽ നമുക്കത് അംഗീകരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കമ്മിറ്റി കൂടി ഭാരവാഹികൾ ആരൊക്കെയാണെന്നുള്ളത് അത് നിശ്ചയിക്കപ്പെടും. എന്തുതന്നെയായാലും ഇപ്പം തന്നെ ഏകദേശം ഒരു 100ഓളം പേരായിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇത് കൂടുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കൂടിയപ്പോൾ ഞാനൊരു കമ്മിറ്റിയുടെ അഭിപ്രായം വെച്ചത് എന്താ വെച്ചാൽ 2 വർഷം കൂടുമ്പോൾ മതി നമ്മുടെ ഈ സംഘം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ വെച്ചത്. പക്ഷേ അതാത് വർഷങ്ങളിൽ നടത്തണം എന്നുള്ളത് ഇതിൻ്റെ മുഖ്യമായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരുടെ തീരുമാനമാണ്. ആ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു 10-50 പേരും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദയംഗമമായ ഭാഷയിൽ നല്ല നമസ്കാരവും സ്നേഹവും പറയുന്നു. നമുക്കിത് നേരത്തെ സിദ്ദീഖ് ഭായി പറഞ്ഞ പോലെ സ്പെഷ്യലാണ്. നമ്മൾ ഈച്ച് ആൻഡ് എവരിബഡി, നമ്മളിൽ ഓരോരുത്തരും സ്പെഷ്യലാണ്. അതാണ് നമ്മുടെ കൂട്ടായ്മയുടെ പ്രത്യേകത. ഇതിൽ ഒരാളും ഇപ്പം ഈ വേദിയിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊരു പ്രത്യേകതയില്ലേ, നമ്മൾ ആരെങ്കിലുമൊക്കെ വേദിയിലിരിക്കണ്ടേ. അങ്ങനെ കുറച്ച് ആൾക്കാർ നിർബന്ധിച്ച് അവരുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളതാണ്. ഇതിനേക്കാളും ആദ്യം നന്ദി, രണ്ടാമത് ആശംസകൾ എല്ലാവർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വക. ഇവിടെ ഇത് സംഘടിപ്പിക്കപ്പെട്ടതിൻ്റെ വിഷമതകളും പ്രയാസങ്ങളും ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച മുന്നണി പോരാളികൾക്കറിയാം. ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വെറും ഒരു കാഴ്ചക്കാരനും ഒരു ആസ്വാദകൻ മാത്രമാണ്. എങ്കിലും ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓരോരുത്തരെ കാണുവാനും നിങ്ങളോട് ഒപ്പം കുറച്ച് സമയം ചെലവിടാനും കഴിഞ്ഞതിലുള്ള സന്തോഷത്തിന് ആദ്യം ഇത് സംഘടിപ്പിക്കപ്പെട്ട എല്ലാ സംഘാടകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇനി ഭാവി ജീവിതത്തിൻ്റെ പ്രത്യാശകൾക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും നമ്മളെല്ലാം ഒരു സായാഹ്നത്തോട് അടുത്തിരിക്കുന്ന ആളുകളാണ്. ഇനി നമ്മൾക്ക് ആകെ പ്രതീക്ഷിക്കാവുന്നത് കുറച്ച് വിശ്രമങ്ങളാണ്, അതോടൊപ്പം കുറച്ച് വിനോദങ്ങളാണ്. ഈ തരം സന്ദർഭങ്ങളും സംഗമങ്ങളും വിനോദങ്ങൾക്കും വിശ്രമങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കുള്ള ഒരു കാരണമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്തതായിട്ട് നന്ദി പറയാനായിട്ട് നമ്മുടെ മിനി രാജേഷ്. ഞാൻ കരുതിയതേ നന്ദി പറയണത് ലാസ്റ്റാണെന്നായിരുന്നു. എനിക്കൊന്നും അറിയില്ല. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടോ, അതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ തിരികെ 86-88 പ്രസിഡന്റ്, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാവരും, എസ്പെഷ്യലി നമ്മുടെ എല്ലാ കൂട്ടുകാരും, ഇവിടെ വന്നെത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, എന്നാലൊരു ആഗ്രഹം, ചെറിയൊരു 2 വരും പാട്ട് പാടണമെന്ന്. അതിനെ ആരും അറിയില്ല, ചിലർ മാത്രമേ അറിയുള്ളൂ. ഞാൻ ഈ ബാച്ചിൽ പഠിക്കണ കുട്ടിയെന്ന് പറയാം. ഇപ്പം നമ്മളെല്ലാവരും കുട്ടികളല്ലേ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. കാതിലാണേ തോടയില്ല, കഴുത്തിലാണേ മാലയില്ല, കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ടെന്നേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ.
പാട്ടിന്റെ താളത്തിൽ തുള്ളടി അനോല്ലെങ്കിൽ തില്ലാന നാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുറ്റോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി പൂവാല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി പൂവാലെങ്കിൽ തില്ലാന ഉള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി അനോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പെങ്കിൽ തില്ലാന ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി കുട്ടാരെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പെങ്കിൽ തില്ലാന ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി കുട്ടാരെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി അനോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി കുട്ടോലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോല്ലെങ്കിൽ തില്ലാന ആവോർ പാട്ടിന്റെ താളത്തിലാണടി തടയണ കിളിത്തില്ലാന നമ്മുടെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോല്ലെങ്കിൽ തില്ലാന ആവോർ പാട്ടിന്റെ താളത്തിലാണടി തടയണ കിളിത്തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളിത്തില്ലാന കുറത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിത്തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളിത്തില്ലാന കുറത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിത്തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിലാണ് അല്ലെങ്കിൽ തില്ലാന നാട്ടുപാട്ടിന്റെ താളത്തിലാണ് കുറ്റോല്ലെങ്കിൽ തില്ലാന രാക്കുയിലിൻ രാജസദസ്സിന്ദാഗമാലിക മാധുരി രാഗിണിയൻ രാക്കുയിലിൻ രാജസദസ്സിന്ദാഗമാലിക മാധുരി വെള്ളിമണിത്തിരയിളകി തുള്ളിയോടും കാറ്റിടറി പഞ്ചാരമണൽക്കരയിൽ പൗർണമിതൻ പാലൊഴുകി വെള്ളിമണിത്തിരയിളകി തുള്ളിയോടും കാറ്റിടറി പഞ്ചാരമണൽക്കരയിൽ പൗർണമിതൻ പാലൊഴുകി ജീവന്റെ ജീവനിലെ ജലതരംഗദീതികളിൽ പ്രേമവയീ. അപ്പൊ നമ്മുടെ ഗോപകുമാറിന്റെ മകൻ ആദിത്യൻ എന്താ പഠിച്ചത്? BEd. ആ അത് നമ്മുടെ അത് വളരെ കുറവാണ് കേട്ടോ. അപൂർവങ്ങളിൽ അപൂർവമായ വിധമുണ്ട്. അപ്പൊ നമ്മുടെ പ്രവാസി മാഗ്നറ്റ് ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. നമ്മുടെ തഹസിൽദാർ ജനകന് സ്നേഹ അനുമോ ഈ ആത്മിക്കും ജനകന്റെ മകൾ അപ്പൊ മകൾക്ക് വേണ്ടി ജനകനാണ് നമ്മുടെ ഇത് സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നത്. അപ്പൊ നമ്മുടെ പ്രതാപൻ പള്ളിപ്പുറം ശില്പി നീ എനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ? രാജശില്പി ഹൃദയ തളികയിൽ
നമ്മളെ വിട്ടു പിരിഞ്ഞ പി ജയചന്ദ്രന് വേണ്ടി ഒരു ട്രിപ്പ്. ഒരു പാട്ടോടെ പഠിച്ചു പാടിയ ഉറങ്ങാത്ത മോഹം തേടും ഉഷസിന്റെ കണ്ണീർ തീരം, കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാദാഹം, കനൽ തുമ്പി പാടും പാട്ടിൽ കടം തീരുമോ, തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ, ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ, തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ. താലിയുമായി വരുമീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണിപ്പൊയ്കയിൽ നാണമോലും അമ്പലോ വധുവായരികെ, മാനത്തായ് മുകിലകലെ മറയുമൊരു യാമത്തിൻ അനുരാഗമലിയുമൊരു, മാനത്തായ് മുകിലകലെ മറയുമൊരു യാമത്തിൻ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിൽ, ആലിലത്താലിയുമായി വരുവീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണിപ്പൊയ്കയിൽ നാണമോലും അമ്പലോ വധുവായരികെ. സുരം പൂവിടും ഗാനമേ, സുരം പൂവിടും ഗാനമേ,
തച്ചൊന്നു താം തച്ചൊന്നു താം തീ താം തത്തരി തത്തണ തച്ചൊന്നു തത്തിനി തക്കൊണ്ടരി തത്തരി തരി തത്തണ തണ്ണ തണ്ണ തച്ചൊന്നു ചുണ്ണു ചുണ്ണു തത്തി മീത കൊണ്ടരി കിട്ട തത്തരി തരി തത്തണ തണ്ണ തണ്ണ തച്ചൊന്നു ചുണ്ണു ചുണ്ണു തത്തി മീത കൊണ്ടരി കിട്ട തത്തരി തത്തണ തച്ചൊന്നു തത്തിനി തത്തരി തത്തണ തച്ചൊന്നു തത്തിനി തിന്നണ തണ്ണ തത്താം ചുണ്ണു ചുണ്ണു തത്താം തിമി തത്താം കിട്ട തക്കിട്ട താം തിണ്ണ തണ്ണ തത്താം ചെണ്ണു ചെണ്ണു തത്താം തിമി തത്താം കിട്ട തക്കിട്ട താം തണ്ണ ചുണ്ണു ചുണ്ണു തിമി കിട്ട കിട്ട തക്കിട്ട തക്കി കൂപ്പിടും തക്കിൻ കിട്ടും തക്കി കൂപ്പിടും തക്കിൻ കിട്ടും തക്കി കൂപ്പിടും ഗാനം മിസൈந்து മംഗളോട് മന്ദഹാസത്തുടൻ തനം പുരുത ഗാനം മിസൈந்து നീസ ഗരി സരി സരി പദ നിദ നി സരി പദ നി സരി തിം തക്കതിൽ ഇതക്ക ചുണ്ണു തക്കിട്ട തക്കിട്ട തക്കിൻ കിട്ട ഗരി സരി സനി ദ പദ നി സരി തക്കിട്ട തക്കിട്ട നം തക്കിൻ കിട്ട തുക ഗരി സനി ഗരി സനി ദ പദ ഗരി സനി ദ ഗരി സനി ദ ഗരി സനി ദ സനി ദ സനി ദ പദ സനി ദ സനി ദ പദ ഗരി സനി ദ ഗാനം இசைந்து மங்கையரோடு
வதைத்து மிதித்து தத்தி தோம் என நர்த்தனம் புரிந்தது மனோகர ஜால விபூஷண நிரதரம் நரபு ஜன்ம நர்த்தன வீரக தடாக அஜகல குலபத வீரக தரம் புண்ணிய தாரங்க ஆனந்தனை வதைத்து மிதித்து தத்தி தோம் என நர்த்தனம் புரிந்த சாச கனி சரி கப பதனி சனி தப கப பதனி கதி சனி தி சனி தப சனி தப கப பதனி சரி கரி சரி கரி சபதனி பாத நி சரி கரி சபதனி மபத மப கரி சரி தரி சனி தப சனி தப கப பத பம பதனி தப கரி சரி கரி சரி சனி த சனி தப கரி சரி தரி சனி தப கப பதனி காணுந்தனி வதித்து மிதித்து தத்தி தோம் என நர்த்தனம் புரிந்த शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं गमननयनं योगिविज्ञानगम्यं वन्दे विष्णुपादेहं